അപ്പൊ ഗൈസ് ഞാനിതേ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഞാൻ വന്നിട്ട് ജിത്തുവിന്റെ അടുത്ത് ചോദിച്ചു, ജിത്തു നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ എന്ന് ചോദിച്ചേ. പിന്നെ അത് കേക്കണ്ട താമസം, കറങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ട് ആരേലും വേണ്ടാന്ന് പറയാ. എല്ലാ പിള്ളേരും വലിച്ചു വണ്ടിയിലിട്ട് ഞങ്ങള് പോയിച്ചു. അപ്പൊ ഇന്ന് തക്കടുവും ധ്യാനൂസും ദില്ലു നമ്മുടെ പെങ്ങടെ മോനാണ്. അന്നേരം എല്ലാരും കൂടി ഞങ്ങള് യാത്ര തുടങ്ങി. എങ്ങോട്ടാ പ്രജീഷേട്ടാ പോയേ? അതാട്ടോ ഇന്നത്തെ നമ്മളെ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഞങ്ങൾക്ക് തന്നെ അറിയില്ല ഇത് എങ്ങോട്ട് പോകണം, എവിടത്തേക്ക് പോകണം എന്നുള്ള ഒരു ലക്ഷ്യം നമുക്കില്ല കേട്ടോ. എന്തായാലും റോഡ് ഇങ്ങനെ പരന്ന് കിടക്കുമല്ലോ, പോവാ വണ്ടി മുന്നോട്ട് എന്ന് പറഞ്ഞേട്ടാ. അങ്ങനെയാണ് ഒരു ഗുഡ്സിൽ ആനേനെ കൊണ്ടുപോകുന്നത് കേട്ടോ. ഡെമ്മി ആനയാണേ. തക്കടൂനോട് പറഞ്ഞതാ വലിയ ആനേനെ അതാടാ കൊണ്ടുപോകുന്നത്, നീ നോക്കി നോക്കുന്നത്. തക്കടു ആണെ അത് വിശ്വസിച്ചിട്ട് അതിശയത്തോടെ നോക്കുന്നതാണ്. ആ നൈസിൽ തക്കടൂനെ ഞങ്ങൾ പറ്റിച്ച്. എന്തായാലും രണ്ടാളും കണക്കാ, പറഞ്ഞ കൊടുക്കുന്ന ആളും കണക്കാ, അത് നോക്കുന്ന ആളും കണക്കാ. അങ്ങനെ ഞങ്ങൾ ഒടുവിൽ എത്തി എങ്ങോട്ടെന്നറിയാം, നമ്മളെ കോഴിക്കോട് ബീച്ചിലാട്ടോ നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി പുറത്തിറങ്ങിയതാട്ടോ. അവസാനം ഞങ്ങൾ എത്തിയെന്ന് വെച്ചാൽ കോഴിക്കോട് ബീച്ചിൽ. അങ്ങനെ നല്ല അടിപൊളി സൺസെറ്റ് കാര്യങ്ങളൊക്കെ കണ്ട് നമ്മളിതേ ഇങ്ങനെ ബീച്ചിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ വണ്ടി പോയിക്കൊണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ വണ്ടി വെക്കാനുള്ള ഒരു സൗകര്യം ഇല്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം അത്ര ആൾക്കാരാട്ടോ, ഫുള്ള് കോഴിക്കോടുള്ള ആൾക്കാർ മൊത്തം ഈ ബീച്ചിലുണ്ടെന്നാ തോന്നുന്നത്. അത്രയ്ക്ക് ജനങ്ങളും വണ്ടി പാർക്ക് ചെയ്യാൻ നമ്മള് അങ്ങ് ദൂരെ സ്ഥലമൊന്നും ഇല്ലായിരുന്നു. അത്രയ്ക്കും ജനങ്ങളും വണ്ടിയും തിരക്കും ഭയങ്കരം തന്നെയായിരുന്നു കേട്ടോ. ഇതെല്ലാം കാണേണ്ട കാഴ്ച തന്നെയല്ലേ. ഇതെല്ലാം നമ്മളെ വീട്ടിലിരുന്നാ കാണാൻ പറ്റുമോ പ്രജീഷേട്ടാ? ഇല്ല, അതുകൊണ്ടല്ലേ നമ്മൾ ജസ്റ്റ് കറങ്ങാൻ പറഞ്ഞ് നമ്മൾ നേരെ ഇങ്ങോട്ട് തന്നെ വന്നത്. പക്ഷെ ഇങ്ങോട്ട് വരാന്നുള്ള നമുക്ക് ഒരു ഉദ്ദേശം കാര്യങ്ങളൊന്നും കേട്ടോ. പിന്നെ വന്നപ്പോൾ നമ്മൾ എന്തായാലും പിന്നെ നമുക്ക് അങ്ങ് ബീച്ചിലേക്ക് പോകാൻ കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ നേരെ ബീച്ചിലേക്ക് ഇറങ്ങിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആൾക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഈ സൈഡിൽ. നമ്മൾ കുറച്ച് ദൂരെ മാറിയിട്ടോ വണ്ടി പാർക്ക് ചെയ്ത് ആൾക്കാരൊക്കെ ഉള്ള അങ്ങോട്ടാ. അങ്ങനെയുണ്ടല്ലോ. പിന്നെ ഞാൻ സത്യം പറയട്ടെ, ഞാൻ ആദ്യമായിട്ടാട്ടോ ഒട്ടകത്തിനെ കാണുന്നത്. ഞാൻ ഇതിൽ ന്യൂസിൽ എന്തോ ഇൻസ്റ്റയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കോഴിക്കോട് ബീച്ചിൽ ഒട്ടകം ഉണ്ടെന്ന്. അപ്പൊ ബീച്ചിൽ വന്നതുകൊണ്ട് ഒട്ടകത്തിനെ നേരിട്ട് കാണാൻ പറ്റി. പക്ഷെ നിനക്ക് കണ്ണാടിയിൽ നോക്കിയാൽ കാണാൻ പറ്റുമായിരുന്നു ഒട്ടകത്തിനൊക്കെ. അത് വേണ്ടേ പറ. അങ്ങനെ അവിടുന്ന് ഒരു പെൺകുട്ടി ആ ഒട്ടകത്തിന്റെ മേലെ ഇങ്ങനെ എന്താക്കുന്നുണ്ട്, കയറി യാത്ര എന്ന് പാടില്ല, സഫാരി ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആ കാഴ്ചയൊക്കെ കണ്ടിട്ട് ആ ഒട്ടകം ഇങ്ങനെ പയ്യെ നടക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് കാരണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കയറിയാൽ വീഴോ എങ്ങനെയൊരു ചെറിയൊരു പേടിയുള്ളതുകൊണ്ട് ഞാൻ എന്താക്കില്ല, ഞാനൊന്ന് പിൻവലിഞ്ഞിട്ടാ. ജിത്തുനോട് ഞാൻ ചോദിച്ചു നീ കയറുന്നു, അവളും പറഞ്ഞു എനിക്കും പേടിയാ പരീക്ഷേട്ടാ, ഞാനും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങള് പട്ടം വാങ്ങിച്ചിട്ടോ. അവിടെ എല്ലാരും പട്ടം പറത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ ധ്യാനൂസിന് ഒരേ വാശി പട്ടം വാങ്ങി പറത്തണമെന്ന്. എന്നാ പിന്നെ അവന്റെ ആഗ്രഹമല്ലേ, അതങ്ങ് നടത്തി കൊടുത്ത്. അതാ പട്ടം പറക്കുന്നേ. പ്രജീഷേട്ടൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എങ്ങനെയാ പറപ്പിക്കണ്ടേന്നല്ല. തക്കടു ഒന്ന് വണ്ടിയിൽ നിന്ന് ഉറങ്ങിപ്പോയതുകൊണ്ട് എണീറ്റ് ചെറുതായിട്ടൊന്ന് കിളി പാറിയിട്ടുണ്ട് അവന്റെ. അത് തന്നെ. അങ്ങനെ കുറച്ചു നേരം നമ്മൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ.